സെക്ഷൻ 2(i) പറയുന്നു, District Cooperative Bank means a central society having jurisdiction over one revenue district and having primary agricultural credit society and urban cooperative banks as its members, and the principal object of which is to raise funds to be lent to its members, including nominal or associate members, which existed under this Act immediately before the passing of the orders by the registrar under subsection 1 or subsection 1A of section 74H, and has ceased to exist by virtue of such orders. ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ ഒരു റവന്യൂ ജില്ല മുഴുവൻ അധികാരപരിധിയോട് കൂടിയതും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും BR ആക്ടിന് കീഴിൽ വരുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അംഗത്വം ഉള്ളതും നാമമാത്ര അതുപോലെ അസോസിയേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ വായ്പ നൽകുന്നതിനും വേണ്ടി ഫണ്ട് സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെയുള്ളതും സെക്ഷൻ 74H ഉപവകുപ്പ് 1 പ്രകാരമോ അല്ലെങ്കിൽ ഉപവകുപ്പ് 1A പ്രകാരമോ രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ആക്ടിന് കീഴിൽ നിലനിന്നിരുന്നതും അത്തരം ഉത്തരവ് പ്രകാരം അവസാനിപ്പിച്ചതുമായ സംഘങ്ങളെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് വിളിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മീൻസ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, ഒരു സെൻട്രൽ സൊസൈറ്റിയാണ്. അതിൻ്റെ ജുറിഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓവർ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ആൻഡ് ഹാവിങ് ആരൊക്കെയാണ് മെമ്പേഴ്സ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്താണ്, പ്രധാന അംഗങ്ങളാണ്. കൂടാതെ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്, ടു റൈസ് ഫണ്ട്സ് ടു ലെൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. സ്വരൂപിക്കുന്ന പൈസ എന്താണ്, സ്വരൂപിക്കുന്ന ക്യാഷ് മെമ്പേഴ്സിന് വായ്പയായി കൊടുക്കാനും ഈ വായ്പ മെമ്പേഴ്സിന് മാത്രമല്ല നോമിനൽ അതുപോലെ അസോസിയേറ്റ് മെമ്പറിനും എന്ത് കൊടുക്കും, വായ്പ കൊടുക്കും. അത്തരം സംഘങ്ങളെയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രൊവൈഡഡ് ദാറ്റ് if the general body of a district cooperative bank has not passed the resolution under section 14A, it shall continue as such for a period of 2 years from the date of commencement of this ordinance or till the registrar completes the process under clause A, B and C of subsection 1 of section 74H, whichever is earlier. നമ്മൾ 74H എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. എന്നാൽ അതായത് ഒരു ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പൊതുയോഗം 14A വകുപ്പ് പ്രകാരം പ്രമേയം പാസ്സാക്കാത്ത പക്ഷം അത് നിലവിൽ വരുന്ന തീയതി മുതൽ 2 വർഷം വരെയോ അല്ലെങ്കിൽ രജിസ്ട്രാർ സെക്ഷൻ 74H ഉപവകുപ്പ് A, B, C പ്രകാരം നടപടി പൂർത്തിയാക്കുന്നത് വരെയോ ഏതാണോ ആദ്യം അതുവരെ തുടരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 2IB പറയുന്നു, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് മോർ ദാൻ 1 district ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് other cooperative societies as its members, but the number of individual members in the society shall not exceed 25% of the total membership in the society. അതായത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാൽ അതിൻ്റെ പ്രവർത്തന മേഖലയായി ഒന്നിലധികം ജില്ലകൾ ഉള്ളതും സംസ്ഥാന സർക്കാരോ വ്യക്തികളോ മറ്റ് ഇതര സഹകരണ സംഘങ്ങളോ അംഗമായിട്ടുള്ളതുമായ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ വ്യക്തിഗത അംഗങ്ങളുടെ എണ്ണം സംഘത്തിൻ്റെ മൊത്തം അംഗസംഖ്യയുടെ 25% അധികരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറയുകയാണ്, the condition regarding the number of individual members shall not be applicable to societies which are in existence before the commencement of the Kerala Cooperative Societies Amendment Act 2023. എന്നാൽ വ്യക്തിഗത അംഗങ്ങളുടെ എണ്ണം സംബന്ധിച്ചുള്ള വ്യവസ്ഥ 2023 കേരള സഹകരണ സംഘം ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘങ്ങൾക്ക്
ബാധകമാകുന്നതല്ല എന്നാണ് പറയുന്നത്. അതായത് KCS അമെൻഡ്മെൻറ്റ് ആക്ട് 2023 വരുന്നതിന് മുന്നേ ഉള്ള ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ ഒരു 25% കൂടാൻ വേണ്ടി പാടില്ല എന്ന കണ്ടീഷൻ ബാധകമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. Section 2(j) Financing bank means a cooperative society having as its members only other cooperative societies and the main object of which is to raise money and lend the sum to its members. അതായത് ധനസഹായ ബാങ്ക് എന്നാൽ മറ്റ് സഹകരണ സംഘങ്ങൾ മാത്രം അംഗങ്ങളായുള്ളതും പണം സമാഹരിക്കുകയും അത് അതിൻ്റെ അംഗങ്ങൾക്ക് വായ്പ നൽകുകയും ചെയ്യുക എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടിയുള്ള സഹകരണ സംഘം എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2(k) പറയുന്നു, ജനറൽ ബോഡി മീറ്റിംഗ് മീൻസ് എ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഹു ആർ എൻറ്റൈറ്റിൽഡ് ടു വോട്ട് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതായത് സംഘത്തിൻ്റെ യോഗങ്ങളിൽ വോട്ട് ചെയ്യുവാൻ അധികാരമുള്ള അംഗങ്ങളുടെ യോഗം ചേരൽ എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2(k)(a) Kerala State Cooperative Bank means an apex society having primary agricultural credit societies and urban cooperative banks as its members, including nominal or associate members of District Cooperative Bank, who shall continue as nominal or associate members of the Kerala State Cooperative Bank. അതായത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നാൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളും അംഗങ്ങളായിട്ടുള്ളതും ജില്ലാ സഹകരണ ബാങ്കുകളുടെ നാമമാത്ര അഥവാ അസോസിയേറ്റ് അംഗങ്ങൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ അപ്രകാരം തുടരുന്നതുമായ എപെക്സ് സൊസൈറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയി പഠിക്കും. അടുത്തത് സെക്ഷൻ 2(l) Member means a person joining in the application for the registration of a cooperative society or a person admitted to membership after such registration in accordance with this act, the rules and the bylaws and includes a nominal or associate member. അതായത് മെമ്പർ എന്നാൽ ആരാണ്? ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷയിൽ ചേരുന്ന ഒരാളോ അങ്ങനെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ നിയമവും ചട്ടങ്ങളും ബൈലോയും അനുസരിച്ച് അംഗമായി ചേർക്കപ്പെടുന്ന ഒരാളോ എന്ന് അർത്ഥമാക്കുന്നു. മെമ്പർ എന്ന് പറയുന്നതിൽ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറും അടക്കമാണ് ഈ മെമ്പർ എന്ന് പറയുന്നത്. സെക്ഷൻ 2(la) Miscellaneous societies means such societies as may be prescribed and which accept deposits from their members only, and no deposit shall be accepted from nominal or associate members, and shall undertake business activities for the welfare of its members as per the bylaws, and shall issue loans only to members. അതായത് പലവക സംഘങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. അംഗങ്ങളിൽ നിന്നും മാത്രം നിക്ഷേപം സ്വീകരിക്കുന്നതും നാമമാത്ര അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാത്തവയും അംഗങ്ങളുടെ ക്ഷേമത്തിനായി നിയമാവലി വ്യവസ്ഥ പ്രകാരം ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവയും അംഗങ്ങൾക്ക് മാത്രം വായ്പ നൽകുകയും ചെയ്യുന്ന സംഘങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, പ്രൊവൈഡ് ദാറ്റ് no agricultural loans or schematic loans shall be issued to the members except the loans for welfare activities. അതായത് അവ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള വായ്പ ഒഴികെ കാർഷിക വായ്പയോ പദ്ധതി വായ്പയോ അംഗങ്ങൾക്ക് നൽകുവാൻ പാടില്ലാത്തതാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്.